നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് SD വേണുകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. ഞങ്ങളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം, കേരളത്തിൽ ഇപ്പോൾ മന്ത്രിസഭ അധികാരമേറ്റു. അപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ എത്തി. ശരിയായിട്ടും ഇദ്ദേഹം ഇതിന് യോഗ്യനാണോ എന്നുള്ളതാണ്. ഈ പ്രായം കൊണ്ടും അല്ലെങ്കിൽ ഈ വൻപിച്ച തോൽവി വരുത്തി വെച്ചത് കൊണ്ടും ഒക്കെ യോഗ്യനാണോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വെക്കുന്നത്. അപ്പോൾ ചേട്ടാ, നമ്മുടെ ഈ വിഷയങ്ങളിൽ ഇപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇദ്ദേഹം ശരിയായിട്ട് യോഗ്യനാണോ? ഇതിനകത്ത് നമുക്ക് യോഗ്യത എന്ന് പറയുന്നത് അവർക്ക് പ്രവർത്തിക്കാനുള്ള അവരുടെ ഇച്ഛാശക്തിയാണ്. ഇതിലെ ഒരു ഔചിത്യത്തിൻ്റെ പ്രശ്നമുണ്ട്. നേരത്തെ CPM ഔദ്യോഗിക പദവി വഹിക്കുന്നതിന് ഒരു പ്രായപരിധി നിശ്ചയിച്ചിരുന്നു. അങ്ങനെ 75 വയസ്സിന് മുകളിലുള്ളവർ എല്ലാം മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം G. സുധാകരൻ അടക്കമുള്ള ആളുകളെ ഒഴിവാക്കി. അത് ഒഴിവാക്കിയിട്ടാണ് രണ്ടാമത്തെ പിണറായി സർക്കാരിൽ ഇളവുകളോടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നു, മുഖ്യമന്ത്രി ആകുന്നു. ആ ടേമും കഴിഞ്ഞിട്ട് ഇപ്പോൾ വൻ പരാജയം ഏറ്റുവാങ്ങി. 35 സീറ്റിലേക്ക് ഒതുങ്ങി LDF മൊത്തം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാജയം നേരിട്ടിട്ട് അതിൻ്റെ നേതൃത്വം വഹിച്ച ആൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് സ്വാഭാവികമായും ചെയ്യേണ്ടത്. ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല. ആ പാർട്ടിക്ക് അദ്ദേഹത്തിന് മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഒരു ഏകാധിപതി എന്ന രീതിയിലേക്ക് അദ്ദേഹം വളർന്നു. ആ വളർന്നതിൻ്റെ കേരളത്തിന്റെ പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ റോഡ് സൈഡുകളിലും വലിയ ബോർഡിങ്സുകൾ പിണറായി വിജയനെ മാത്രം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഞാനല്ലാതെ മറ്റാരുണ്ട്, ഞങ്ങൾ LDF അല്ലാതെ മറ്റാരുണ്ട്, ഞാനല്ലാതെ മറ്റാരുണ്ടെന്നാണല്ലോ ആ ചോദ്യം. ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ വിജയം വന്നിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ആ വിജയം കൊടുക്കാമായിരുന്നു. ഇപ്പോൾ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കേണ്ടതിൽ എന്റെ കയ്യിലെ തെറ്റാണ്, എന്റെ പ്രവർത്തകരുടെ കുഴപ്പമല്ല, എല്ലാ പ്രവർത്തകരും നന്നായി പ്രവർത്തിച്ചു, പക്ഷേ എനിക്ക് ചില പാളിച്ചകൾ പറ്റി എന്ന് പറയുന്നതിലെ അന്തസ്, ഒരു CPM-കാരൻ്റെ അന്തസ് അവിടെ കാണിക്കേണ്ടിയിരുന്നത്. അതാണ് വേണ്ടിയിരുന്നത്. ഇപ്പം നമുക്ക് നേരത്തെ അറിയാമല്ലോ. കാരണം VS അച്യുതാനന്ദനെ ഒരു വ്യക്തിയെ കൂടുതൽ ആളുകൾ ആരാധിക്കുകയും VS-ന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുകയും VS-ൻ്റെ ഫ്ലെക്സുകൾ വെക്കുകയും ചെയ്തപ്പോൾ വ്യക്തിപൂജ CPM-ൽ ഇല്ല എന്ന് ശാസനം ഇറക്കിയത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ തന്നെ പിന്നീട് ഈ വ്യക്തിപൂജ ആസ്വദിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പം ഫ്ലെക്സിൽ മാത്രമല്ല, കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിരുവാതിര അദ്ദേഹം അങ്ങനെ ആസ്വദിച്ച് അത് കണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ ആഡംബരങ്ങൾ വല്ലാതെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ എല്ലാ സുഖലോലുതയും അനുഭവിച്ച് ജീവിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി വന്ന് ഒരു MLA ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ ചെറിയ വാടക മുറിയിലോ താമസിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണോ ഇതിനകത്ത് പിന്നിലുള്ള കാരണം? അതോ ഈ അമേരിക്കയിൽ നടത്തിക്കൊണ്ടുവരുന്ന ചികിത്സയുടെ തുടർ ചികിത്സ നടത്താൻ വേണ്ടിയിട്ട് പുള്ളി ഈ പദവി ഏറ്റെടുത്തതാണോ? ഇതിനകത്ത് നമ്മളിത് പൊതുവെ എല്ലായിടത്തും കാണുന്ന ഭരണവിരുദ്ധ വികാരം എന്നുള്ള സംഭവമാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ് സംസ്ഥാന പാർട്ടി PBയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അതാണ്. അപ്പോൾ ആ രീതിയിൽ പോലും നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് യാഥാർത്ഥ്യബോധത്തോടെ ഈ പ്രശ്നത്തെ കാണാൻ ഇതുവരെ കേരളത്തിലെ CPM-ന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ചുവരെഴുത്ത് വായിച്ചിട്ടില്ലെങ്കിൽ ഇനി കാത്തിരിക്കുന്നത് CPM-ന് ഇതിനെക്കാട്ട് വലിയൊരു പതനമായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ ലാളിത്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നതല്ല. അദ്ദേഹത്തിൻ്റെ നേരത്തെ മുതലേ ഉള്ള രീതികൾ നോക്കിയാൽ അറിയാം. ആർഭാടങ്ങളെ വളരെ നല്ല രീതിയിൽ ആസ്വദിച്ച് തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മുന്തിയ കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് പണം അനുവദിക്കുകയും അത് ഒക്കെ ചെയ്ത വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതേപോലെ അദ്ദേഹത്തിന്റെ ഇപ്പം സെക്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് പറയാം എനിക്ക് ഇത്രയും വേണ്ടെന്ന് പറയാം. ഇപ്പം ഈ അടുത്ത സമയത്ത് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു നമ്മുടെ ചെലവുകൾ ചുരുക്കണം, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗവർണർമാരടക്കമുള്ള ആളുകൾ അവർക്കുണ്ടായിരുന്ന സുരക്ഷ വെട്ടിച്ചുരുക്കാനായിട്ട് പറഞ്ഞ് വെട്ടിച്ചുരുക്കിയ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. അത് പറയാതെ അതിനെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ അത് ആസ്വദിക്കുന്നത് കൊണ്ട് മാത്രമാണ്. നമ്മുടെ മുന്നിൽ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. വളരെ ലാളിത്യത്തോടെ ജീവിക്കുന്ന ആളുകളുടെ ഉദാഹരണമുണ്ട്. ഇപ്പോൾ തിരുവല്ലയിലെ മന്ത്രി, ഞാൻ കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ ഒരു വിവാഹത്തിന് പോയപ്പോൾ അദ്ദേഹം അവിടെ വരുന്നത് കണ്ടത് ഒരു ബൈക്കിലാണ്. ഞാൻ PKVയെ തിരുവല്ല മാതൃഭൂമിയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം രാത്രി ഒരു 10 മണിക്ക് ഞാൻ നോക്കുമ്പോൾ അപ്പക്കുട്ടൻ ആദിശർ എന്ന് പറഞ്ഞ CPIയുടെ തിരുവല്ലയിലെ ഒരു നേതാവും PKVയും കൂടെ KSRTC ബസ് സ്റ്റാൻഡ് റോഡിൽ നിൽക്കുന്നു, MC റോഡിൽ. അവിടെ നിന്ന് ഞാൻ കാണുമ്പോൾ ഭയങ്കര തിരക്കുള്ള ബസ്. അപ്പം ഞാനത് അത്രയും തിരക്കുള്ള ബസ്സായതുകൊണ്ട് അതിൽ കയറാൻ മാറി നിന്നപ്പോൾ ആദിശരി ഡ്രൈവറോട് പറഞ്ഞു, ഡ്രൈവറുടെ ക്യാബിനിൽ കൂടി ഇദ്ദേഹത്തെ തള്ളിക്കയറ്റുന്ന ദൃശ്യം. അന്ന് മൊബൈൽ ഫോണോ മറ്റ് സാധനങ്ങളോ എൻ്റെ കയ്യിലൊരു ക്യാമറ ഇല്ലാഞ്ഞുകൊണ്ട് ആ ദൃശ്യം നഷ്ടപ്പെട്ടു പോയെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ കാഴ്ച എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഒരു മുൻ മുഖ്യമന്ത്രിയാണ്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഇപ്പോൾ പിണറായി ഒരു KSRTC ബസ്സിൽ കയറി പോകുന്ന ദൃശ്യമെങ്കിലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂ? അദ്ദേഹം തന്നെ പറയാറുണ്ട്, പഴയ പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ പഴയ പിണറായി വിജയനും പുതിയ പിണറായി വിജയനും ഉണ്ടോ? കാര്യം പഴയ പിണറായി വിജയൻ ഈ CPM-നെ ഇവിടം വരെ എത്തിച്ച ആളാണ്. ഈ പുതിയ പിണറായി വിജയൻ എന്ന് പറയുന്നത് സുഖലോലുപതയിൽ
ഒഴുകി നടക്കുന്ന എല്ലാ സൗകര്യങ്ങളും എനിക്ക് വേണം, പാർട്ടിയെക്കാട്ടിൽ കൂടുതൽ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ടോ? ആ സംസാരത്തിൽ ഞാൻ കാണുന്നത് ചില ചട്ടമ്പികളെന്ന് പറയത്തില്ല, എൻ്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ഏതാണ്ട് അത് തന്നെയാണ് പിണറായി പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ്. അദ്ദേഹത്തിനെ ഞാൻ 97-ലും 98-ലും ആ സമയത്ത്, അന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ഞാൻ അന്ന് അവിടെ കണ്ണൂരിൽ പത്രപ്രവർത്തകനാണ്. ഞാൻ ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹത്തിന് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു, ഏതാ പത്രം? ഞാൻ പറഞ്ഞു മാതൃഭൂമി. ഏതാ എന്ന് ചോദിച്ചു. ഞാൻ വീണ്ടും ശക്തമായിട്ട് പറഞ്ഞു മാതൃഭൂമി. ഇത്തരം ചോദ്യങ്ങളിലൂടെ വേണ്ട എന്ന് പറഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ രീതി, അതായിരുന്നു അക്കാലത്ത്. അപ്പോൾ അവിടെ നിന്ന ആളുകൾ എന്നോട് ചോദിച്ചു, വിജയേട്ടനോട് നിങ്ങൾ എന്തിനാ ചോദ്യം ചോദിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ആരും വിജയേട്ടനോട് അവിടെ ചോദ്യം ചോദിക്കുന്ന കാലമല്ല അത്. ഞാനപ്പം ഓഫീസിൽ വന്നിട്ട് എൻ്റെ ബ്യൂറോ ചീഫിനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ പിണറായി വിജയനോട് ചോദ്യങ്ങൾ ചോദിക്കാറില്ലേ? അപ്പോൾ അവരൊക്കെ പറഞ്ഞു, എന്തിനാ ചൊറയുണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു രീതി അതാണ്. ഇപ്പോൾ ഈ ഭരണത്തിൽ നമ്മൾ കാണുന്നത് യുവാക്കളെ എല്ലാം വെട്ടി നിരത്തുകയും മരുമകൻ എന്ന് പറഞ്ഞ യുവാവ് മാത്രം മത്സരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പം കണ്ടത്. അപ്പോൾ ഇതിന് ശേഷം ഈ അധികാര കൈമാറ്റം എന്നുള്ളൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണോ, അനാരോഗ്യം പുള്ളിയെ ഭരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇത്രയും വലിയ പരാജയം സംഭവിച്ചിരിക്കുന്ന സമയത്ത് ഈ പദവി ഏറ്റെടുത്തിരിക്കുന്നത് പോളിറ്റ് ബ്യൂറോയിലേക്ക് ഈ മരുമകനെ എൻട്രി ചെയ്യിച്ചതിന് ശേഷം ഈ അധികാരം മരുമകനിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്തു പറയും? അതെ, നമ്മൾ സംശയിക്കാവുന്ന സാഹചര്യങ്ങളാണുള്ളത്. ഇപ്പോൾ ആദ്യത്തെ പിണറായി മന്ത്രിസഭയിൽ വളരെയധികം ശോഭിച്ച ഒരു മന്ത്രിയായിരുന്നു കെ ശൈലജ. അതേപോലെ തോമസ് ഐസക്, രവീന്ദ്രനാഥ്, ജി സുധാകരൻ, ഇവരൊക്കെ നന്നായി അവിടെ ശോഭിച്ച മന്ത്രിമാരാണ്. അടുത്ത മന്ത്രിസഭയിൽ ഇവരെ എല്ലാം അദ്ദേഹം ഒഴിവാക്കി. കെ ശൈലജ വളരെയധികം പേരെടുത്ത മന്ത്രിയായിരുന്നു. പക്ഷേ അവരെ രണ്ടാമത്തെ മന്ത്രിസഭയിലേക്ക് അവരെ എടുത്തതേ ഇല്ല. രണ്ടാമത് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള, ജനങ്ങൾക്ക് താല്പര്യമുള്ള, ജനപ്രിയയായിട്ടുള്ള ഒരു നേതാവാണ് കെ ശൈലജ എന്നുള്ളൊരു അഭിപ്രായം, അതാണ് അവർക്ക് ഭീഷണിയായി മാറിയത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഇലക്ഷനിലും അവർക്ക് ജയസാധ്യതയുള്ള ഒരു സീറ്റ് കൊടുക്കാതെ എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് എല്ലാ പ്രാവശ്യവും ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റ് കൊടുത്തിട്ട് അവരെ ഒതുക്കുകയാണ് ചെയ്തത്. മറ്റൊന്ന് നോക്കിയാൽ രണ്ടാം നിര നേതാക്കന്മാർ, ഇപ്പോൾ സ്വരാജിനെ പോലുള്ള ആളുകളൊക്കെ CPM-ൽ ഒന്നും കിട്ടാതെ ചുമ്മാ ഇരിക്കുകയാണ്. ഷംസീർ. അപ്പോൾ ഈ രീതിയിലുള്ള രണ്ടാം നിരയിലുള്ള ധാരാളം നേതാക്കളെ അമർത്തി വെച്ചിട്ടാണ് അദ്ദേഹം റിയാസിനെ പ്രൊമോട്ട് ചെയ്തത് എന്നുള്ളത് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല. VD സതീഷിനെ പോലെ ഉള്ള ഒരാൾ ഒരു സഭയിലുണ്ടെങ്കിൽ തിരിച്ച് മറുപടി കൊടുക്കാൻ, ഉരുളക്കുപ്പേരി പോലെ കൊടുക്കാൻ, വിഷയങ്ങൾ പഠിച്ചിട്ട് കൊടുക്കാൻ കഴിയുന്ന സ്വരാജിനെ പോലെ, അല്ലെങ്കിൽ ഷംസീറിനെ പോലെ, ഇപ്പോൾ അങ്ങ് പറഞ്ഞ കാര്യം, അതേപോലുള്ള ആൾക്കാരെ വെട്ടിനിരത്തി വെച്ചത് മകന് വഴിയൊരുക്കാൻ വേണ്ടിയാണ് എന്നത് തന്നെയാണ് സത്യം. അല്ലാതെ ഇത് മകളോടുള്ള സ്നേഹമാണ്, അല്ലേ? മകൾക്ക് കൊടുക്കുന്ന ഔദാര്യമാണ്, നമ്മൾക്ക് കൊടുക്കുന്ന പ്രസന്റേഷനാണ് ഇതെല്ലാം തോന്നുന്നു. ഇതിൻ്റെ സാഹചര്യങ്ങൾ നമ്മളെ ആ രീതിയിൽ ചിന്തിപ്പിക്കും. ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭ വരുമ്പോഴും റിയാസിനെ ഒരു മന്ത്രിയാക്കും എന്നാരും ധരിച്ചിരുന്നില്ല. കാരണം അങ്ങനെ ചെയ്യുമോ? കാരണം മരുമകനാണ്, മകളുടെ ഭർത്താവാണ്. അങ്ങനെ ഒരാളിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ തക്ക ഒരു അവിവേകം കാണിക്കുമോ എന്നെല്ലാവരും സംശയിച്ചപ്പോൾ യാതൊരു കൂസലുമില്ലാതെ അദ്ദേഹം അത് ചെയ്തു. അപ്പോൾ അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചാൽ ചെയ്യാൻ അദ്ദേഹത്തിന് ഈ ബന്ധങ്ങളോ സംഭവങ്ങളോ, ഈ മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങളോ, അവരെന്ത് പറയും എന്നുള്ള ചിന്തകളോ ഒന്നും അദ്ദേഹത്തെ സ്പർശിക്കുന്നേ ഇല്ല. അതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നുമില്ല. അതാണ് പിണറായി എന്ന് പറയുന്നത്. ഇപ്പോൾ MP ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ അവിടെ സ്ഥാനാർത്ഥിയാകുന്നു, അവരെ തീരുമാനിച്ചു, ഇത് ആക്ഷേപം ഉണ്ടാക്കും എന്നെല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും അത് യാതൊരു കൂസലും ഇല്ലാതെ അവരെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. അതിന്റെ ഫലം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാരാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ. ഈ വീണ ജോർജിനെ പോലെയുള്ള ചില ആൾക്കാർ ഉണ്ടാക്കിയ അപവാദങ്ങൾ ഒഴിച്ചാൽ മറ്റു മന്ത്രിമാരെ കുറിച്ചൊന്നും അപവാദങ്ങളില്ല. പിന്നെ പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് മാത്രമാണ്. ബാക്കി പാർട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ പാർട്ടി അണികൾ പോലീസ് സ്റ്റേഷൻ കീഴടക്കി അവർ ഭരിച്ചു എന്നൊക്കെയായിരുന്നു പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഇവിടെ ഈ പരാജയത്തിനുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറ്റ ദൂഷ്യം എന്നേ ഞാൻ പറയും. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സംസാരത്തിലായാലും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലെല്ലായാലും എല്ലാം ആ ധാർഷ്ട്യം അങ്ങനെ നേരിട്ട് നിൽക്കുകയാണ്. മറ്റാരുണ്ട് ഞാനല്ലാതെ എന്നുള്ള ആ ചോദ്യമില്ലേ, ആ ചോദ്യം അദ്ദേഹത്തിൻ്റെ നടപ്പിലും എടുപ്പിലും വാക്കിലും എല്ലാം മുഴച്ചു നിൽക്കുകയാണ്. ആദ്യത്തെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് എല്ലാം ശരിയാക്കാം, അതൊരു പ്രതീക്ഷയായിരുന്നു. മറ്റാരുണ്ട് എന്ന് ചോദിക്കുന്നത് ഒരു അഹങ്കാരവുമായി. ഈ ഒരു അന്തരമാണ് ഈ പരാജയത്തിലേക്ക് കാരണം എന്ന് പറയേണ്ടി വരും, അല്ലേ? അത് തീർച്ചയായിട്ടുമായിട്ട്. ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടിരുന്നു. PSCയുടെ റാങ്ക് ലിസ്റ്റിൻ്റെ പ്രശ്നം, അത് കാലാവധി നീട്ടിക്കൊടുക്കാതിരിക്കുന്നു. ആശമാരുടെ ഒരു സമരം നടന്നു. ഇവർ LDF സർക്കാരാകുമ്പം അവർ ആ രീതി പരിഗണിക്കേണ്ടതായിരുന്നു. അതൊന്നും ഇല്ലാതെ മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും വളരെ ധിക്കാരത്തോടു കൂടി ആക്ഷേപിച്ചു. അതെ, അപ്പോൾ അങ്ങനെ കേരളിൻ്റെ വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു ആളുകൾക്കൊരു പ്രതിഷേധമുണ്ട്, അതിനകത്തൊരു പ്രശ്നമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ അടിച്ചമർത്താനല്ലല്ലോ നോക്കേണ്ടത്. ഇപ്പം നേരത്തെ UDFൻ്റെ സമയത്ത് ഇവിടെ ഗെയിൽ പൈപ്പിൻ്റെ സംഭവം വന്നു, അതേപോലെ സീപ്ലെയിൻ്റെ സംഭവം വന്നു.
ഇതിനെതിരെയൊക്കെ പ്രതിഷേധം ഉണ്ടാക്കിയതാരാ? അതിനുശേഷം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഈ ഗെയിൽ പൈപ്പ് കൊണ്ടുവന്നു. ഈ സീപ്ലെയിൻ തന്നെ വീണ്ടും കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തി. ആലപ്പുഴയിൽ നവകേരള സദസ്സിന്റെ യാത്ര കടന്നു വരുമ്പോൾ വല്ലാതെ മർദ്ദനം ഉണ്ടായി. ആ രീതിയിൽ ഒരു കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ എത്രയും തല്ലിച്ചതച്ചു. പിണറായി വിജയൻ ഉദ്ദേശിച്ച പോലെ തന്നെ അവർക്ക് മർദ്ദിക്കാൻ സാധിച്ചു ഒക്കെ ഇരുന്നാലും അടുത്ത ദിവസം ഇവരെ ഒരു ഒരാഴ്ചത്തേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ജനങ്ങളുടെ ഒന്ന് തണുപ്പിക്കാമായിരുന്നു. നിങ്ങളത് ചെയ്ത് ശരിയായില്ല, നിങ്ങളൊരു ഒരാഴ്ചത്തേക്ക് അല്ലെ 15 ദിവസത്തേക്ക് സസ്പെൻഷൻ കൊടുത്ത് ഈ എല്ലാവരുടെയും വായടയ്ക്കാമായിരുന്നു. ഇത്തരം ബുദ്ധിപരമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ പോയത് ഇദ്ദേഹത്തിന്റെ ബുദ്ധി പൂർണ്ണമായിട്ടും നശിച്ചോ ഈ രണ്ടാമത് ഭരണത്തിൽ വന്നപ്പോഴേക്കും. അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിൽ അടിമുടിയുള്ളത് ധാർഷ്ട്യമാണ്. ഈ അടിച്ചു എന്നുള്ളതിനപ്പുറം അത് രക്ഷാപ്രവർത്തനമല്ലേ എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുമ്പോൾ എത്രത്തോളം ക്രൂരമാണ് അദ്ദേഹത്തിന്റെ മനസ്സ് എന്നുള്ളതാണ്. ഇത്തരം ഏതെങ്കിലും അനീതി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അതിനെ ശാസിച്ചോ അല്ലെങ്കിൽ നടപടിയെടുത്തോ നിയന്ത്രിക്കേണ്ട ആളാണ് പറയുന്നത് അത് രക്ഷാപ്രവർത്തനമാണ്. ഇതിനെല്ലാം കൂടെയുള്ള ഉത്തരമാണ് നമുക്കിവിടെ കിട്ടിയത്, ഈ ഫലം. ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഈ ചോദ്യം ചോദിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, നിങ്ങൾ അവിടെ ഇരിക്കും എന്ന് പറയേണ്ടതിന് പകരം വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി ആരോടാ? അച്ഛനോട് ചോദിക്കണം എന്ന് വെച്ചാൽ തന്തയോട് ചോദിക്കൂ എന്നല്ല ഈ പറയുന്ന അർത്ഥം. പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് അറിയില്ല, ഒരു മുഖ്യമന്ത്രി എങ്ങനെ പെരുമാറണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല, പാടില്ലാത്ത. കാരണം നമ്മുടെ മുന്നിൽ EK നായനാരുണ്ടല്ലോ, എത്ര സരസമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ. ഇതല്ല, മൈക്ക് ഓപ്പറേറ്ററെ പോലും മൈക്ക് കേടായതിൻ്റെ പേരിൽ ഇയാൾ ഭത്സിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്വസ്ഥ ബുദ്ധിക്ക് ചെറിയ ഭ്രംശം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചിലപ്പം ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ചൂടാകുകയോ എടുക്കുകയോ മോശമായി സംസാരിക്കുകയോ നമ്മൾ പ്രായമുള്ള ആളുകളെ പറ്റി പറയുമല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും പറയത്തില്ല പ്രായമുള്ള ആളാണ് വിട്ടേര് എന്ന് പറയത്തില്ല. അതിനുള്ള കറക്ഷൻ വരേണ്ട ഇവിടെ അത് പാർട്ടി നേരത്തെ ചെയ്തതാണ്. 75 വയസ്സിന് മുകളിൽ ഇതുപോലുള്ള ഉത്തരവാദിത്തമുള്ള പദവികളിലേക്ക് പാർട്ടി പ്രവർത്തകർ വരാൻ പാടില്ല, അവർക്ക് റിട്ടയർമെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അത് അദ്ദേഹത്തിന് ബാധകമല്ല എന്നുള്ളതാണ് അവിടെ പ്രശ്നം. ആ ബാധകമല്ലാത്തതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി എങ്ങനെ ആവരുത് എന്ന് കാണിച്ചു തന്ന ആളാണ് ഇപ്പോൾ അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവായിരിക്കുന്നത്. ഈ സ്വയമായിട്ട് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എൻ്റെ കയ്യിൽ പറ്റിയ മിസ്റ്റേക്കാണ്, എൻ്റെ അണികളൊക്കെ ഏറ്റവും നന്നായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തു എന്ന് അഭിമാനത്തോടെ പറയുകയും ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാനൊരു MLA ആയി തന്നെ തുടരുന്നുള്ളൂ എന്ന് പറയാനുള്ള ആർജവം കാണിച്ച ഒരു യഥാർത്ഥ CPM ആകാതെ തനിക്ക് വേണ്ടി മാത്രം ഈ പാർട്ടിയെ മുച്ചൂട് മുടിക്കാൻ തയ്യാറെടുത്ത് ആണ് പിണറായി വിജയൻ നിൽക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ഈ വിമർശിക്കുന്നതിൻ്റെ കാരണം. ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ ഞങ്ങളൊക്കെ സ്നേഹിക്കുന്നതാണ്. ഈ പാർട്ടി ഒരിക്കലും തകരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്, അല്ലാതെ ഒരു നിശിതമായ വിമർശനമല്ല. ഇതിനകത്ത് തീർച്ചയായിട്ടും 4 ജില്ലാ കമ്മിറ്റികളും ഇതിന് പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇതുപോലെ ശബ്ദം ഉയർത്തിയിരുന്നെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ചാനലുകാർക്ക് ഇങ്ങനെ ഒരു ചർച്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടി വരില്ലായിരുന്നു. തീർച്ചയായിട്ടും ഈ വിമർശനങ്ങളെ അദ്ദേഹം ഉൾക്കൊള്ളണമെന്നും അദ്ദേഹത്തിന്റെ സ്വന്തം തെറ്റ് സ്വയം വരുത്തിവെച്ച വിന തിരിച്ചറിയണമെന്നുമാണ് ഞങ്ങൾക്ക് ഈ ചർച്ചയിലൂടെ പറയാനുള്ളത്. മറ്റൊരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.